എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല. ബാഗിലുണ്ടായിരുന്ന 30,000 രൂപയും കാണാനില്ല. അതിനൊപ്പം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത മാലയും വളയും അതും കാണാനില്ല. വിഷ്ണു ശർമ്മ തന്റെ കഥ പോലീസിനോട് വിശദീകരിച്ചു. പ്രായമേറെയായിട്ടും വിവാഹം നടക്കാതിരുന്ന വിഷ്ണു 2 ഏജന്റുമാരെ സമീപിക്കുകയായിരുന്നു. പാവപ്പെട്ട പെൺകുട്ടിയാണെന്നും വിവാഹ ചെലവുകളും ആഭരണങ്ങളും വിഷ്ണു തന്നെ വഹിക്കണമെന്നും ഏജന്റുമാർ പറഞ്ഞു. 2 ലക്ഷം രൂപ കമ്മീഷനായി വാങ്ങി അവർ രേഖ എന്ന പെൺകുട്ടിയുമായി വിഷ്ണുവിന്റെ വിവാഹം നടത്തിക്കൊടുത്തു. ഭോപ്പാലിൽ സഹോദരനൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന രേഖ വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ പണവും സ്വർണവുമായി മുങ്ങിയിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിനിറങ്ങി. രേഖയുടെ ID കാർഡും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പരിശോധിച്ചു. രേഖ താമസിച്ചിരുന്ന വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. അവർ വാടക വീട് ഒഴിഞ്ഞുപോയിരുന്നു. ഇതൊരു സാധാരണ കുടുംബ വഴക്കോ ഒളിച്ചോട്ടമോ ആയിരിക്കുമെന്ന് പോലീസ് കരുതിയിരിക്കുമ്പോഴാണ് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ഭോപ്പാലിലെ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ അടുത്ത പരാതി എത്തുന്നത്.